ഹലോ, എന്തുണ്ട് എല്ലാവരുടെ വിശേഷം? ഇന്ന് നോമ്പ് 8 അപ്പോൾ ഇന്ന് ഇവിടെ സ്പെഷ്യലായി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും അതുപോലെ മല്ലി പുതിന ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടോ. ഇനി നെയ്യിൽ ക്യാഷ്യും അതുപോലെ മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് ക്യാഷ്യും അതുപോലെ മുന്തിരിയൊക്കെ ഞാൻ വഴറ്റിയിട്ടുള്ളായിരുന്നു. പിന്നെ കഴിഞ്ഞതിന് ശേഷം കുറവാ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, ഫ്ലോപ്പ് ആവോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നില്ലൊക്കെ. പ്രത്യേകിച്ച് നോമ്പ് തുറക്കാനുള്ള സാധനം കൂടി ആവും. എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. ശേഷം ഞാൻ ആ നെയ്യിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഞാൻ 3 ട്രിപ്പായിട്ടാണ് കേട്ടോ ഉള്ളി പൊരിച്ചെടുത്തത്. ഒന്നാമത് ചെറിയ പാൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ കരിയാത്ത വിധത്തിലൊന്ന് പൊരിച്ചെടുക്കാം. ഇനി അത് പൊരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് അതൊന്നും കാണിക്കണില്ല. ഇനി അടുത്തായിട്ട് ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ 1 കപ്പ് തൈര്, പിന്നെ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിന്ന് 3/4 ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിൻ്റെയും പുതിനയുടെയും പകുതിയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല ഇതിലേക്ക് ഗ്രീൻ ചില്ലി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേസ്റ്റും 2 ടേബിൾ സ്പൂൺ നെയ്യും സൺഫ്ലവർ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഞാനതൊരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ എടുത്തുണ്ടാക്കിയത്. ആ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം അത് എടുത്തിട്ട് ചൂടാക്കിയിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആ മസാലൻ്റെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ആക്കിയിട്ട് ഞാനൊന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വേവിച്ചത്. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിൽ വെള്ളം കൂടി ഇല്ലാത്തതായതുകൊണ്ട് ഇത് അടി കരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വൈറ്റ് ബസുമതി റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അതിലേക്ക് കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ദം ചെയ്യാം. അപ്പോൾ ലെയറായിട്ട് എല്ലാം കൂടി ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ദം പ്രോസസ്സാണ്. ദം എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, റൈസും വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ദം ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എന്തായാലും ലെയറാക്കി എടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് നെയ്യും കൂടി ഒഴിച്ചു. പിന്നെ നമ്മുടെ കാഷ്യും കിസ്മിസൊക്കെ വറുത്ത് വെച്ചത് അതും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി. പിന്നെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു അരമണിക്കൂറൊക്കെ ഇത് വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം തന്നെ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് തന്നെ ഇളക്കിയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.